ഉണ്ടായിരുന്ന വലിയ ക്ലൈൻ്റ് ഒക്കെ പോയി. ഇപ്പോ നിങ്ങൾ വന്നിട്ടാണ്. One sign, please. We have to clear this. Sure. Just one sign. ഇവൾക്ക് എന്തിനാ ഇത്ര ധൃതി? Sir, pen. No, I use my pen. Sure, sir. അവള് പോയിട്ട് ഞാൻ എടുത്തോളാം. എന്താണെന്നറിയോ, എപ്പോഴൊക്കെ ഞാൻ ഗുണിഞ്ചെടുക്കണോ അപ്പോഴൊക്കെ ബല്ലി തുപ്പിനത് പോലെ തൂ തൂ സത്തം കേൾക്കണ്. അതെ ശരിയാ, ഒരുപാട് തുപ്പി, ഞാനും കേട്ടതാ. ഓ, അപ്പൊ കേട്ടല്ലേ? സൈൻ ചെയ്തില്ല. ഓ, അത് മറന്നുപോയി. ടേക്ക് ഇറ്റ്. Thank you, sir. വീര, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ ആ മാൾ ഓണറിന്റെ കാലെ പിടിക്കണം. അന്ന് ഞാൻ വാങ്ങിച്ചു തന്ന ഫോട്ടോ ഷൂട്ടും ഇട്ടുകൊണ്ട് വന്നാൽ മതി. തന്നെ കാണിച്ച് മറ്റു പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർക്കും. മോനെ, വണ്ടി കൊണ്ട് നേരെ നോക്കി ഓട്ടിക്കിട. കണ്ണാടിയെ നോക്കി എന്നെ കണ്ണാടി പൊട്ടിന്റെ അകത്താക്കരുതേ. എടാ മുനുസ്വാമി, നിങ്ങളെല്ലാം കൂടി കൊടുത്ത സുരക്ഷ കാരണം മാല് കോൺട്രാക്ട് തന്നെ ക്യാൻസലായി. ഈ കൈ ഒന്ന് നോക്ക്. ഈ കയ്യാ ആ മാനേജറിന്റെ കാല മുറുക്കി പിടിക്കാൻ പോണത്. ഒന്ന് തൊട്ട് തൊഴുതോ. ഈ മാലിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ആയതിന് പ്രധാന കാരണം അതാ ആ കാണുന്ന 10ാമത്തെ നിലയിലുള്ള സുന്ദരാണ്. എൻ്റെ അടുത്ത് പണിക്കാരനായിട്ട് വന്ന് എൻ്റെ അടുത്ത് തൊഴിലും പഠിച്ച് ഇന്ന് മാൽ കോൺട്രാക്ട് എടുക്കുന്ന അളവുക്ക് വളർന്ന് എനിക്ക് വരുന്ന ദേഷ്യത്തിന് മേലെ പോയി കൊഴുത്ത് നെറുക്കി അയ്യോ സാർ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആവശ്യമില്ലാത്ത കാര്യം ചെയ്ത് പോലീസ് പിടിച്ച് അകത്തിടും. സാർ ഈ പറഞ്ഞ ബിൽഡിങ്ങും അതിന് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങും തമ്മിൽ ഏകദേശം ഒരു 650 മീറ്റേഴ്സ് ദൂരം ഉണ്ടാവും. അവിടെ നിന്നൊരു സ്നൈപ്പർ വെച്ച് വിൻഡ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരെണ്ണം കൊടുത്ത അവൻ്റെ പണി തീരും സാർ. എടാ മുൻസാമി, സ്നൈപ്പറിന് വെച്ചാൽ എന്താണ് അറിയാം സാറേ. എന്താ അത്? വണ്ടിയെ ചലക്ക് പിഴക്കൊന്നും തുടക്കില്ലേ, അതല്ലേ? അത് വൈപ്പർ, ഇത് സ്നൈപ്പർ. എനിക്ക് പുള്ള ദേഷ്യത്തിന് ഒരു ചെറിയ BP മാത്രം ഇട്ട ബിസ്കിനി ഇറങ്ങിടും. അതല്ലാതെ ചൈനയ്ക്ക് പോയിട്ട് ന്യൂക്ലിയർ ബോംബൊക്കെ വാങ്ങിച്ചിടാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്, വണ്ടി നേരെ നോക്കി സ്മൂത്ത് ഒന്ന് ഓടിച്ച് ഒരു പോക്ക് അങ്ങോട്ട് പോയാൽ മതി. എന്താണ് കൊല്ലാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഒന്ന് കൂടെ இருந்தா പോയിരുന്ന കീര തൂക്കി വശപ്പാണ്. ലിഫ്റ്റ് പഞ്ചർ അയച്ച കുത്തിട്ട് വരണില്ല. കുത്തിയിട്ട് വന്നില്ലെങ്കിൽ പിന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. വാ, എസ്കലേറ്ററിൽ പോ. രാവിലെ കഴിച്ചതും കണ്ണാടി നോക്കിയതും വിചാരിച്ചതാണ് ഇന്ന് 7:30 തുടങ്ങും. എന്താ ഇത് അണങ്ങുന്നില്ല? വർക്ക് ആവുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ അങ്ങ് നടന്ന് കയറിയ പോരെ സാറേ. Escalator not working, the lift also not working, and this fellow also not working. What is happening here, Preeti? We'll find out, sir. ഇതെന്താ കുരിശുമലയോ? വേറെ എന്തൊക്കെ കാണാൻ പോണോ? അപർണേ, മറ്റുള്ളവരുടെ മുമ്പിൽ വിവാഹത്തിന് വിലസണമെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആഭരണം എടുക്ക്. എനിക്ക് ഈ വിവാഹത്തിൽ തന്നെ ഇഷ്ടമല്ല. എന്ത് സംഭവിച്ചാലും ഞാൻ IPS ട്രെയിനിങ്ങിന് പോവാ. ഈ കല്യാണം നടക്കില്ല, വെറുതെ കാശ് കളയല്ലേ. നിന്റെ അച്ഛനെ എതിർത്ത് നിനക്ക് ഈ വിവാഹം നിർത്താൻ കഴിയുമോ? അതെ, ഞാൻ IPS ആവാൻ കാരണം തന്നെ അദ്ദേഹമാണ്. നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന പാപങ്ങളെല്ലാം ഞാൻ പോലീസായി തുടച്ചു നീക്കണമെന്നാണ് നിങ്ങളുടെ തലയിലെഴുത്ത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾ എന്നെ വാങ്ങിച്ചാൽ കിട്ടാൽ മതി. ശരിക്കും പിടിപ്പിച്ചിട്ടുണ്ടോ? എല്ലാം ഞാൻ ഇരുമ്പിലാ ചെയ്തിരിക്കണെന്ന്. ഇരുമ്പിൽ ചെയ്തിരിക്കുന്നു? കാറ്റടിച്ചപ്പോ ആടുന്നുണ്ടല്ലോ. അതെങ്ങനെ ചാഞ്ഞ രണ്ടുപേരും കൂടി ജയിലിൽ പോകേണ്ടി വരും. ഞാൻ എന്തിനാ ജയിലിക്ക് പോണ്? നീയല്ലേ 10 പേജിൽ സൈൻ ചെയ്താ?
കൂടെ നിന്ന് നീ കുഴിതുകൊണ്ട് അല്ലേ? ഇതെന്താ ക്രിസ്മസ് ഇവന്റ്? ആ അതെ, ഈ ഈവന്റ് ടീമിനൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തു. എല്ലാവരെയും നന്നായിട്ട് ചെക്ക് ചെയ്തു സാറേ. ഞങ്ങൾ അറിയാതെ ഒരു ഈച്ചയ്ക്ക് പോലും ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ ഈ സാന്റാക്ലോസിന്റെ ഡ്രസ്സ് എടുക്കുന്ന കുറെ പേരുണ്ടല്ലോ, അവരുടെയൊക്കെ ID പ്രൂഫും ആധാർ കാർഡൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അതെ, ഇതെങ്ങോട്ടാ? ഒരു മിനിറ്റ് നിൽക്കി. അമ്മമാർക്ക് കൊടുക്കുന്ന 1500 രൂപയ്ക്ക് റേഷൻ കാർഡും ആധാർ കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ തരുമോ? നിന്റെ ഈ ചോദ്യത്തിന് ഒരു ശിക്ഷയുണ്ട്. കറങ്ങി വാ വാ. ആ വയ്ക്കോ. എന്താണോ നോക്കുന്നത്? പോടാ, പോവാ. വെറുതെ കൈ മെനക്കെടുത്തിക്കല്ലേ. എന്താണ്ടാ അവൻ പറഞ്ഞ ശരിയല്ലേ? അവനെ സപ്പോർട്ട് ചെയ്താൽ നീയും പുറത്താവും. ആധാർ കാർഡ് ഗ്രീറ്റിംഗ് കാർഡ് ഒന്നും വേണ്ട. എടാ നോക്കി ആണിയടിക്ക്. ചെക്ക് ചെയ്തിട്ട് പറയാം സാർ. എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും സാർ, പേടിക്കണ്ട. നിങ്ങളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയിട്ട് വരാം. ഓക്കെ സാർ. ഞാനും വരാം സാറേ. എന്തിന്? അവന്റെ കാൽ പിടിക്കുന്നത് നീ കാണും. സാറേ. പോടെ, ഓടിപ്പോയിട്. തനിച്ചിരിക്കാൻ എനിക്ക് പേടിയായിട്ടാ സാറേ. ഞാനും കൂടെ വരാം. ശരി, നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോവാം. ഓക്കെ. 141 142 കാശ് വാങ്ങിച്ചു പോയടാ. 143 നിനക്കൊരു കുത്തിൻ്റെ കുറവുണ്ട്. മാം താങ്ക് യു. മാം ഇന്റർനെറ്റ് വർക്ക് ആവുന്നില്ല, ഓൺലി ക്യാഷാ. എന്താ ഇത്രയും വലിയ മോളിൽ ഇന്റർനെറ്റ് വർക്ക് ആവുന്നില്ല? പിന്നെങ്ങനെയാ മോൾ വർക്ക് ആവുന്ന? പൊന്നു, ഞാൻ 149 തവണ തന്നെ വിളിച്ചതാ. ഒരു തവണ പോലും ഫോൺ എടുക്കാത്തപ്പോഴേ മനസ്സിലായി. ഓരോ തവണ ഫോൺ ചെയ്യുമ്പോഴും എന്റെ കൽവിലെ പൊന്നിലാവ്. അവനാണല്ലേ നിന്റെ പൊന്നിലാവ്. ഒരു കല്യാണം ഉറപ്പിച്ച് ചെക്കനെ പറ്റിക്കുന്നവർക്ക് നാണമില്ലേ? ഞാൻ പറ്റിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടോ എന്റെ മുമ്പ് ഇങ്ങനെ വന്ന് ഇളിച്ചു നിൽക്കല്ലേ? അപ്പൊ എന്താ നിനക്ക് നാണമില്ലേ? പ്രൂവ് ചെയ്ത് കാണിക്കട്ടെ അവനേക്കാൾ സൂപ്പർ ഞാനാണെന്ന്. ഇപ്പൊ തന്നെ എല്ലാവരും മുന്നിൽ ചെയ്ത് കാണിക്കണോ? 100 എമർജൻസി പറയണു സാർ. സാർ ഞാനിവിടെ ഈസ്റ്റ് കോസ്റ്റ് മാളിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ മോൾ എന്തോ സസ്പീഷ്യസ് ആയിട്ടുണ്ട്. ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല, സെക്യൂരിറ്റീസിനൊന്നും കാണുന്നില്ല. സാറിന് കഴിയുവാണെങ്കിൽ പാട്രോളിങ്. ഹലോ ഹലോ, ഇപ്പൊ തന്നെ എല്ലാവരും മുന്നിൽ വെച്ച് കാല് പിടിക്കാം. ഓഹോ, വിടില്ലെന്ന് വിചാരിച്ചോ? എന്റെ വീട്ടിൽ പോവല്ലേ. ഇവനേത് വൃത്തിയിട്ടവനാ? എല്ലാം കുളമാവും. ഒരു പിടിയില്ലടാ, പക്ഷെ കാശ് വാങ്ങിച്ചു പോയി. കാശ് തിരിച്ചെടുക്ക്, നമുക്ക് പോവാം. മൊത്തം ചിലവായി പോയി. എല്ലാം തനിച്ച് ചെയ്തിട്ട് കൊല്ലാൻ മാത്രം എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കാ. പ്രീതിൻ്റെ ഫോൺ തന്നെ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവളുടെ ഫോണിലും സിഗ്നൽ ഇല്ലല്ലോ. എടാ വെള്ളേ, വെറുതെ വെക്കല്ലേ. നില്ലേ അങ്ങോട്ട് ഒതുങ്ങി വാ. നിനക്കെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? ഞങ്ങൾ ആരാന്നറിയാതെ ഞങ്ങളുടെ തന്നെ ഒന്ന് കുടുങ്ങിയല്ലോടാ നീ. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ അത്? കേട്ടാനിരിക്കുന്ന പെണ്ണിന്റെ അടുത്ത് നീ എന്താ കൊട്ടടിക്കാൻ നോക്ക? ഒരെണ്ണത്തിനും സിഗ്നൽ ഇല്ല. എന്റെ ഫോൺ എടുത്തെറിഞ്ഞടാ. നിന്റെ കോട്ട് കയറുന്ന ഓർത്തിട്ട് അല്ലെങ്കിൽ കത്തിയെടുത്ത് നിന്റെ പള്ളക്ക് ഇറക്കിയാനെ. കത്തിയിട്ട് വെച്ചിട്ട് നിനക്ക് എന്താ ഒരു കുലുക്കൂലത്തെ? അല്ല, താഴെ സെക്യൂരിറ്റി ആണെങ്കിൽ കമന്ന് നടക്കുകയായിരുന്നു. സർവീസ് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, വൈഫൈ വർക്ക് ചെയ്യുന്നില്ല, ഫോൺ വർക്ക് ചെയ്യുന്നില്ല, എൻ്റെ അറിവിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സോ ടോട്ടൽ കൺട്രോൾ വേറെ ആരുടെയോ കയ്യിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ മോൾ ആരും ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. കത്തി കണ്ട പേടിയാണെങ്കിൽ പേടിയാണെന്ന് പറ, അല്ലാതെ മാൾ അയച്ചൊക്കെ ഉള്ളി കുട്ടിച്ചാക്കെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്ക. സാറേ സക്സസാ? സർക്കസ് നിങ്ങളൊക്കെ കൊടുത്ത ഒന്നാം തരം സുരക്ഷ കാരണം മാൾ കോൺട്രാക്ട് ക്യാൻസൽ ആയിപ്പോയി. അവൻ പറഞ്ഞ ഓരോ വാക്കും കേട്ട് എൻ്റെ വയറ് അങ്ങനെ പത്തി എറിയത്. എൻ്റെ മനസ്സ് നേരി പറയുക, இந்த മൊത്ത മാളും നാശമാ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. പുറത്തേക്ക് പോകണ്ടെന്ന് മനസ്സ് പറയുന്നുണ്ട്. ബ്രെയിൻ സൊല്ലുതില്ല, അതാ ശരി. പക്ഷെ ഇത് കുറച്ച് കൂടുതലായിപ്പോയി. അയ്യോ വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം പ്ലീസ്. ഞാനും അത് തന്നെ വിചാരിച്ചു. പക്ഷെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നോ പ്ലീസ്. ഇല്ല, ഓക്കെ വേണ്ട, ശരി. എന്നെ കുത്താനൊരു കത്തി ഉണ്ടായിരുന്നല്ലോ, അത് കയ്യിലുണ്ടോ? നിന്നോട് തന്നെ ഉണ്ടോ? ഇങ്ങന്ന്
പേടിക്കാത്താടാ, നിന്നെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ ഒരു അപകടം പിടിച്ച സിറ്റുവേഷനിൽ ഒരു ടെററിസ്റ്റിന്റെ തല മാളിന്റെ പുറത്തേക്ക് വന്ന് വീഴുമെന്ന് സാറ് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നു? സാർ ഇപ്പൊ കണ്ടല്ലേ, പുറത്ത് നമ്മൾ ഇത്ര പേരുണ്ടായിരുന്നാലും അകത്ത് അവൻ ഒരുത്തിന് മാത്രം മതി സാർ. ഈ ഓപ്പറേഷൻ നമുക്ക് തീർച്ചയായും ജയിക്കാം. ഞാൻ പറയുന്നത് കേൾക്കണം സാർ, അവനൊരു വല്ലാത്ത ബീസ്റ്റാ. ഇനി ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മാധവ് സാറിനോട് സംസാരിച്ചോളാം. കുറച്ച് വെള്ളം കൊടുക്ക. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ പോയല്ലേ? അല്ല, ഞാനത് എന്താ രാമകൃഷ്ണ പെട്ടെന്ന് ഒട്ടി പിടിച്ചല്ലോ. രണ്ടുപേരും കെട്ടിപ്പിടിച്ചോട്ടെ, ഉമ്മയെ കൊടുത്തോട്ടെ. വിവാഹത്തിന് മുമ്പ് എന്ത് വേണേലാവാം. വിവാഹത്തിന് മുമ്പ് എന്ത് വേണമെങ്കിലും ആവാം, പക്ഷെ കെട്ടാൻ പോണ ചെറുക്കൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ഇതൊരു മാതിരി. അതൊക്കെ ഞാൻ നോക്കോളാം, താൻ പറഞ്ഞു. കൈവിട ചക്ക അരക്കിനപ്പോൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുക. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറി നിൽക്കാമോ? കാരണം ഓക്സിജൻ ലെവൽ കുറവാ. അല്ല, ഇതൊക്കെ ഓക്കെ. അടുത്ത മൂവ് എന്താന്ന് പറയോ? അവരിവിടെ എത്ര പേര് വന്നിട്ടുണ്ട്, എന്തൊക്കെ ആയുധങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അടുത്ത അവരുടെ പ്ലാൻ എന്താന്ന് മനസ്സിലാക്കണം. ഇത് അവന്മാരുടെ അടുത്ത് പോയി ചോദിക്കാൻ പോണേ? ഇല്ല, പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തിന് ജീവനോടെ പൊക്കാൻ പോവാ. ജീവനോട് വിശ്വസിക്കുന്നത് പോലെ പറയടേ.
പൊക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആമയെ പൊക്കിക്കൊണ്ടുവരണല്ലോ. ഓ, ആളെയാണ് ആമയെ പോലെ പൊക്കിക്കൊണ്ടുവന്നത്. സദ്യ ഉണ്ടായിരിക്കേ ചേ എണീറ്റ് പാടും. നല്ല ബഹുമാനം. കാലി പിടിക്കാൻ കൈ പിടിക്കുന്നു. ഉണക്ക് ഞാൻ ടൂൾസ് എടുക്കട്ടെ, എങ്കിലും അവൻ പേടിക്കുന്നു. अपना बेटे को तुम इतना चाहते हो तो फिर तुम यहाँ क्या कर रहे हो? तुम्हें तो उसके पास होना चाहिए था. मेरा आने का मकसद उनसे मिलने वाला पैसा है जिससे मेरे बेटे के ब्रेन ट्यूमर का इलाज मैं करा सकता. तुम्हारा बेटा अब कैसा है? आज उसका ऑपरेशन है. उसका ऑपरेशन कामयाब भी हुआ. वो जिंदा भी है. मैं कुछ नहीं जानता. अल्लाह मेरे बेटे को सलामती बख्श. क्या तुम जानना चाहते हो अब तुम्हारा बेटा कैसा है? ये कैसे मुमकिन है? मैं यहां से कैसे जान सकता हूं? तुम जानना चाहते हो या नहीं? क्या तुमसे ये मुमकिन है? ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഉടനെ വീഡിയോ കോൾ കണക്ട് ചെയ്യും. വീഡിയോ കോളോ? അതെന്തിനാ? എന്തെങ്കിലും പറഞ്ഞോ? കണക്ട് ചെയ്യാന്ന് പറഞ്ഞതാ. अब मैं ठीक हूँ. मेरे सर में बहुत दर्द है. आप जल्दी आइए. आप आ जाओ, मुझे आपसे मिलना है. अगर मैं वापस नहीं आया तो तुम अपनी अम्मी और दादी के साथ अपना ख्याल रखना. मैं इंतजार करूँगा. जल्दी आना प्लीज. आसिफ, आसिफ बेटा. आसिफ, तुम्हारे अब्बू तुम्हारे पास जरूर आएंगे. मैं उन्हें भेजूंगा. तुम खुदा से दुआ मांगो. ठीक है. अगर तुम इन सब की जान बचाने में मेरी मदद करो, मैं तुम्हें तुम्हारे बच्चे के साथ रहने का वादा करता हूं. मॉल के चारों तरफ डायनामिट बिछा के रखा है. पूरा कंट्रोल उसके पास है, सो बी केयरफुल. आरिफ, इसे भी अंदर ले लो. ठीक है. ഡേ അങ്ങോട്ട് നീങ്ങിയിരിക്കടേ. അജയ്, ആ, നമുക്ക് ഇവന്മാർ ആരും അറിയാതെ പോയി വെള്ളം കുടിച്ചിട്ട് വന്നാലോ? ठीक है, जल्दी आना.
Diaz. Diaz. ആരും പേടിക്കണ്ട, ഞാനും നിങ്ങളൊരാൾ തന്നെ. എല്ലാം ശരിയാവും. ഇപ്പൊ അവന്മാർ വന്ന് ഈ രണ്ടുപേരെങ്ങനെ മരിച്ചെന്ന് ചോദിക്കും. ഒരുത്തൻ വന്ന് ഈ രണ്ടുപേരെയും കൊന്നിട്ട് ആ വഴി ഓടിപ്പോയെന്ന് പറയണം. ആ പറയൂല്ലോ അല്ലേ? നിങ്ങളെ വിശ്വസിച്ച ഞാൻ ഇറങ്ങിയത്. അവസാനം എനിക്കിട്ട് പണിയരുത്. സംശയം ഉണ്ടായിട്ടല്ല, എന്നാലും എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിറങ്ങിയ അവസാനം നമുക്ക് തന്നെ കുരിശാവാറുണ്ട്.